അങ്ങനെ ഒരുപാട് നാളായിട്ട് ഇവിടെ പെൻഡിങ്ങിലുണ്ടായിരുന്ന വലിയൊരു വർക്കായിരുന്നു നമ്മുടെ ബേസിൻ്റെ വർക്ക്. ആൻഡ് ബേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഫ്രെയിം അടിച്ച ആൾ ഹോപ്പിയാണ്. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന വീട് എന്ന് പറയുന്നത് വലിയ കൊട്ടാരം കണക്കുള്ള സെറ്റപ്പായിരുന്നു. ഈ ഫ്രെയിം കണ്ട പലരും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, ഞാനും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ബേസ് ചെറുതായിട്ട് ഇങ്ങനെ ആയോ എന്നൊരു ഡൗട്ട്. ഇതാണ് ബേസ്. പക്ഷെ കൊള്ളാം, നല്ല ബേസ് അല്ലേ? നല്ല ബേസാണ് ഹോപ്പി, ഇത് നല്ല ബേസാണ്. ഇത് കാണുന്ന ഹോപ്പി അയ്യോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ കൊട്ടാരം പോലെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ സാധാ വീടുണ്ടാക്കി കളിക്കുന്ന ബിൽഡറായി മാറി ഞാൻ പെട്ടെന്ന്. എനിക്കതൊരു ഇത് കിട്ടിയില്ല. ഞാൻ സാധാരണ എങ്ങനെയാണോ ബിൽഡ് ചെയ്യാറുള്ളത് അതേ വൈബ് തന്നെ ഇരുന്ന് ബിൽഡ് ചെയ്ത് കൊട്ടാരത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി. പക്ഷേ കോട്ടവാതിലുണ്ട്, ചെറിയ വീടാണെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയേണ്ടി വരും. പൊളിച്ചിട്ട് വേറെ വീട് ഉണ്ടാക്കാനായിട്ട് പറയും ഹോപ്പി മിക്കവാറും, എനിക്ക് തോന്നുന്നുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഞാൻ വീട് പരിചയപ്പെടുത്തി തരാം. നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ നോക്കിയാൽ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കും. ഹോപ്പിയുടെ തല പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും നമ്മൾ എന്താ പറയുക റെഡിയാക്കും. എൻ്റെ ഇവിടെ നമ്മുടെ ഫർണസ് റൂം, ഇഷ്ടം പോലെ ഫർണസ് ഉണ്ട്. ഈ ഫർണസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ട് മുകളിലോട്ട് കയറി വന്നാൽ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഈ ബെഡ് ഹോപ്പി കിടന്നോട്ട്, ഹോപ്പിക്ക് വേണ്ടി കൊടുക്കുന്നു ഈ ബെഡ്. ഞാൻ കാണുമ്പോൾ അവൻ എന്ത് പറയുന്നുള്ളതാണ് എൻ്റെ പേടി ഇപ്പോൾ. അങ്ങനെ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വലിയ സ്റ്റോറേജ് ഏരിയ. ഇവിടെ ഒരു കോപ്പർ ഗോലത്തിനെ കൊണ്ടുവന്നിരുത്താനായിട്ടുണ്ട്. എന്നിട്ട് ഇത് മൊത്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവന്, ഏതൊക്കെ എന്തിലൊക്കെ വെക്കണം എന്നുള്ളത്. അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം. ഒരു സോർട്ടിങ് സെറ്റപ്പ് നമുക്ക് ഇവിടെ വേണം. എൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാലാണ് മുകളിലോട്ടും താഴത്തോട്ടും കയറാൻ പറ്റുന്ന സ്റ്റെയർ ഉള്ളത്. ഇവിടുന്ന് നേരെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് സ്പൈറൽ സെറ്റപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നാൽ അതെ ഇവിടെ വന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ആയ് ഏതാ രസം! കൊട്ടാരത്തിൽ കിട്ടും ഇതുപോലെ കാഴ്ചകൾ. ഇത് കണ്ട കൊട്ടാരത്തിന്റെ ബാലൻസ് സാധനം എത്ര ഹെൽപ്പേ ഉള്ളൂ. പക്ഷെ നമ്മൾ നിൽക്കുന്നതോ അതിനും മുകളിലാണ്. അതാണ് വൈബ്, അതാണ് എന്താ പറയുക പവർ. അയ്യോ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് ഇറങ്ങി വന്നാൽ ഇങ്ങനെ ഇരിക്കും. താഴത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. താഴത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കയറേണ്ട വഴി ഇവിടെ. ആൻഡ് ഇവിടുന്ന് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റൂമുണ്ട്. ഈ റൂം ഇത്ര നല്ല ഉള്ളിലോട്ട് മൊത്തം കുഴിക്കും. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ എൻചാൻറ്റിങ് ഏരിയ, പോർട്ടല് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓൾറെഡി നമുക്കൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിനും ഈ പോർട്ടലും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യണം, എന്നിട്ട് ഒന്നിച്ച് സ്പോണിലോട്ട് കൊണ്ടുപോകണം. അതിന് വലിയ പ്ലാനുകളുണ്ട്. അടിയില്ല, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ. ആൻഡ് ഇവിടെ ആയിട്ട് ഈ ബീക്കണൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ കുറച്ചുകൂടി ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട് കുറച്ചുകൂടി ചെറിയ ബിൽഡൊക്കെ വെച്ചിട്ട് മാക്സിമം ആര് കണ്ടാലും തിരക്കേടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബിൽഡ് ആക്കണം. കൊട്ടാരം കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഹാപ്പി ആവട്ടെ, അല്ല ഞാൻ എന്തിനു പറയാൻ. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇതെനിക്ക് എന്താ പറയുക കംപ്ലീറ്റ്ലി ഇതാക്കണം, എന്താ പറയുക വെള്ളം ആക്കണം. അതാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബക്കറ്റ് എടുത്ത് ഇവിടുന്ന് മൊത്തം എന്ത് ചെയ്യുക, ഇവിടെ മൊത്തം നിറച്ച് വയ്ക്കണം. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുമല്ലോ. വെള്ളത്തിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. അതിന് വേണ്ട സാധനം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുന്നുള്ളൂ, ലില്ലി പാഡ് ഞാൻ അതേ ഒരു 62 കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ ഒന്ന് വെച്ചോട്ടെ. ഇത് കണ്ട, ഇതൊക്കെ സോർട്ട് ചെയ്യാനുള്ളതാ. കോപ്പർ ഗോലത്തിനെ കൊണ്ടുവന്ന് ഒരു 5-6 കോപ്പർ ഗോലത്തിനെ കൊണ്ടുവന്നിട്ട് അമ്മനെ പണിയെടുപ്പിക്കാനുണ്ട്. ആൻഡ് ഇവിടെ നിന്നാണ് ഇത് നടന്നു വരേണ്ടത്, ഈ ഒരു ഭാഗത്തു നിന്നായിട്ട്. സോ ഇവിടെ മുതൽ ഇപ്പം സെറ്റ്. ഇപ്പം നമുക്ക് ഇങ്ങനെ നടന്ന് ഇതിലോട്ട് കയറാൻ പറ്റി. കണ്ട, ഇതാണ് ഐറ്റം. ഇങ്ങനെ നമുക്ക് ഓടി വരാൻ പറ്റും. ആൻഡ് ഇതേപോലെ തന്നെ ആ സൈഡും ചെയ്യണം, മനസ്സിലായില്ലേ? ഇത് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവിടെ നമ്മൾ ഫാം ആയിരിക്കും, സാധാ ഫാം ലാൻഡ് ഇല്ലേ, അത് സെറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കണം ആദ്യം. സെറ്റ്. ഇനി
ഇതിനകത്ത് കുറച്ച് സീപ്പിക്കിൾ ഇതിനകത്ത് സീപ്പിക്കിൾസും കുറച്ച് ട്രോപ്പിക്കൽ ഫിഷിനെയും കൊണ്ടുവന്നിട്ട് ഞാൻ അടിപൊളിയായിരിക്കും. ആക്സിലോട്ടിന് എന്തായാലും ഇടാൻ പറ്റില്ല, കാര്യം എന്താ വെച്ചാൽ അവന്മാർ പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നു പോകും. ഇവന്മാരാവുമ്പോൾ അതിൽ കിടന്നോളും, കാണാനും ഒരു രസം ഉണ്ടാവും, തെറ്റായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് ഇതിനകത്ത് മീനെ കൊണ്ടുവന്നിടാം. ഓക്കെ, ആദ്യം വാഷിംഗ് കണ്ടുപിടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണ്ടേ. ഹോപ്പ് ഈ വീട് കണ്ടിട്ട് എന്തായിരിക്കില്ല ആദ്യം പറയുക. പറയാൻ കഴിയില്ല. കണ്ടറിയാ ഹോപ്പ് ഏതെങ്കിലും പറയുന്നത്. അവ കൊട്ടാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. കൊട്ടാരം വിട്ടൊരു കൊട്ട പോലും ഇവിടെ ഇല്ല, മൊത്തത്തോട് കുറെ സാധനം മാത്രമേ ഉള്ളൂ. ഇതാണ് വീട്. ഓക്കെ, അപ്പം ഈ സൈഡും കൂടി അതേപോലെ അങ്ങോട്ട് ആക്കാണ്ട്. സോ അതും കൂടി ആക്കട്ടെ ഞാൻ അങ്ങോട്ട്. 5 hours later. ഇവിടെ പണിക്ക് വെച്ച ബൈമാരെന്തി ബൈ ലൂക്ക്. എല്ലാവരും നന്നായിട്ട് തന്നെ പണിയെടുക്കണം കേട്ടില്ല. എല്ലാവരും കിടിലോട്ട് പണിയെടുത്തോണം, ആരും മടി കാണിക്കരുത്, എല്ലാവരും പണിയെടുക്കണം. ഓക്കെ, ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് തോന്നി കൊടുത്ത് കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല, പക്ഷെ എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഓ പന്നി. അതെങ്ങനെ അതിൻ്റെ ഉള്ള സ്പീഡ്, ഒരു ടോർച്ച് വയ്ക്കാൻ മറന്നെന്ന് തോന്നുന്നു. മറ്റേ അമ്പ് ഞാൻ നിക്കണ ആള് ഞാന് അതിന്റെ ഇന്റീരിയർ നീ കാണണം. ഒരു സ്റ്റെയർ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇതാണ് ഡോറുണ്ട്, മറ്റേ ഇതിലോട്ട് കയറാനുള്ള. അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടെ നിന്ന് ഒരു തിണ്ടി വന്നു, പേടിച്ചു പോയി. ഒരുപാട് ദൂരം പോകും. ഓ ഓ ഓ കപ്പൽ പൊങ്ങി വരുന്നു ഗൈസ്, കപ്പൽ പൊങ്ങി വരുന്നു. ദാറ്റ് ഈസ് ഗുഡ്. കൊള്ള കപ്പൽ ഇതേ പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ പൊക്കുക കണ്ട. അപ്പൊ നമ്മളിങ്ങനെ പൊങ്ങി, ഇനി വീണ്ടും താത്തിയിട്ട് ആ രീതി പോവാ. ആംഗുലർ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, എന്തോ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുക സ്പീഡിൽ പോകുന്നത്. അയ്യോ എവിടെ അറസന്തി? അതെ എവിടെയും താഴത്തായിരിക്കും. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഒരു സ്റ്റാക്ക് നെതറേറ്റ് ഇങ്കട്ട്, അതും അതെ ഒട്ടും കൂടുതലായിട്ടില്ല. ഓക്കെ, അതൊക്കെ പരിമിതമാണ്. ഏതൊക്കെ ആയ അവൻ ഒന്നും ഇതാവുന്നില്ല, പറയുന്നില്ല അവൻ. അമ്പേതിട്ടാലവനെ ഏതായാലും ഇപ്പൊ അവന്റെ കയ്യിലൊന്നും ഉണ്ടാവൂല. അത് അയ്യോ ഞാന് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതാ, അടിച്ച് ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴേക്കും 18 ഒന്ന് ആഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് ചാവുവേ, ഒറ്റടിക്ക് കൊല്ല, ആരും അറിയില്ല. ഞാൻ ഇവിടെ ഒന്ന് കേൾക്കുന്നില്ലാണോ വിചാരം? ഇല്ല നീ കേട്ടില്ല. ഓക്കെ ബൈ. ഇല്ല നീ ഒന്നും കേട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. കുട്ടിക്കൊന്നുമില്ല, മിണ്ടാതിരി. പിച്ചുമ്പയൊക്കെ പറയും കാര്യമൊക്കെ. ബ്രോ കണ്ണാടി വെച്ച ബ്രോ അവൻ പലതും പറയും, അതൊന്നും കാര്യമാക്കരുത്. ഓക്കെ, ബ്രോയുടെ മൂക്ക് കണ്ടാറിയാ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഞാൻ പോണ് പന്നി. എന്തൊക്കെയാണ് നടക്കുന്നേ? അതാ കേറി അതിന്റെ ഉള്ളിൽ. അതാ ഷൾക്കർ ബോക്സ് എടുത്തോ, ഷൾക്കർ ബോക്സ് എടുത്തോണ്ടോ വരുത്. എനിക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതൊന്നും എടുത്തോണ്ട് അതെനിക്ക് കറക്റ്റ് എന്റെ തന്നെ കയറി. ഇതെടുത്തോ, ഇതും കൂടെ എടുത്തോ. സ്റ്റീക്ക് അതെന്റെ എന്റെ ഒരു 3 പോർക്ക് ഷോപ്പ് ഉണ്ട്, നീ എടുത്തോ. പിന്നെ കുറെ ബ്രെഡ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ടോ? എന്ത് ഡ്രോപ്പ് ആയാലും വലിച്ചെടുക്കാൻ ക്യാമറ അല്ല. ആവശ്യമില്ലാതെ ഗോൾഡ് കിടക്കണ്ടോ? എന്നാ തരണം കേട്ടോ ഗോൾഡ്. അതാ അവനെടുത്ത് കൊടുത്താ മച്ചാനെ, അത് ഞങ്ങൾക്ക് ഞങ്ങളതാ. എനിക്ക് ഫുഡ് അല്ല, ഫുഡിന്റെ വലിയ സീനില്ല. ഇതെന്തിനാ വീഴുന്ന മാത്രമേ ഉള്ളൂ, ഒന്നും കേറുന്നില്ല കയ്യിലോട്ട്.
ബാ 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 ഇതെന്നാ കൊള്ളാം കേട്ടാ, ജയില് സെറ്റപ്പില്. നൈസായിട്ട്. മോനെ FTT പഴയ ഇങ്ങനത്തെ ഒരു വേർഡ് മറ്റേ സർവൈവൽ വേൾഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർഡ്കോർ വേൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ ഇവിടെ ഡ്യൂപ്പർ ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നു. എടാ ഇവൻ ഓടിക്കാൻ സാഡിൽ വേണം. ഇതാണ് ബെഡ്റോക്ക് മാറിക്കഴിഞ്ഞാൽ വിഷയം. ഇതാണ് ബെഡ്റോക്കിൽ സാഡിൽ വേണ്ട. ഇവന് സാഡിൽ വേണം. അഹങ്കാരിയാണ് അവൻ, അഹങ്കാരി. ചോദിക്കാതെ എടുത്തോണ്ടാവണ്ട, ചിലപ്പോ വീട്ടിലോട്ട് വരും പുള്ളി. എന്റെ കുതിരയെ തൊടുന്നോടാന്ന്. ഇതേവിടെ റെഡ് സൈൻ ബോർഡിൽ എന്തൊക്കെയോ അടിച്ചു വെച്ച് ജീവിക്കാതെ പ്ലഗ് ഇട്ട് ഇനി ഇതിന്റെ ഒന്നുമില്ല, ഇതിന്റെ ഒന്നും കാണത്തില്ല. ചില സമയത്ത് വരുമ്പോ ഒരു കുന്തവും കാണത്തില്ല. ഇവിടെ മാത്രം ഒരുത്തൻ. ഗോൾഡൻ ആപ്പിൾ ഉണ്ടോ? എന്നാ ചെറുക്കനെ ക്യൂർ ചെയ്തെടുക്കാം, രക്ഷിച്ചെടുക്കാം നമുക്ക്. മച്ചാനെ ഇവനെ കൊന്നാലേ. വേണ്ട, FTT കൊല്ലും നമ്മളെ. ഒരു ഫോർച്യൂൺ 2 കൂടി കിട്ടണം, എന്നിട്ട് വേണം 3 ആക്കാൻ. ഓ ഉണ്ടോ? നിനക്കൊക്കെ എവിടെ ഫോർച്യൂൺ 3 കിട്ടിയേ? ഈ സെർവർ ഡേ 1 ആയപ്പോ കേറിയാനാ ഞാൻ. ഇപ്പൊ 3358 ദിവസമായി. ഇതാണ് ബണ്ണി ടെക്കീസിന്റെ ക്ലിക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലിക്ക് ചെയ്ത മാതിരി ഇരിക്കും. ഫയർ പിക്കാക്സ് വരണം അല്ലേ? അതായത് നമ്മളിത് മൈൻ ചെയ്താല് അപ്പൊ തന്നെ ഗോൾഡ് ഇങ്കട്ടായിട്ട് കിട്ടണം. ആ ചൂടുകൊണ്ട് എവിടെ കിട്ടിയോടോ ഈ ആ കൺസെന്റ് മേടിച്ചിട്ട് ഇപ്പൊ നമുക്ക് രണ്ടുപേരും ഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാം. ഐറ്റംസ് ഒന്നും എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. അല്ല അപ്പൊ എങ്ങനെ ഞാൻ ഇപ്പൊ എങ്ങനെ വെറുതെ ഇവിടെ ബിൽഡ് ചെയ്തോണ്ടിരിക്കണം? അപ്പൊ ബ്രോക്ക് തന്നെ കൊല്ലാവോ? ഇല്ല 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 ഇല്ല. അങ്ങനെ ഒരാളുടെ ബേസ് പൊട്ടിച്ചതിന്റെ പേരിൽ രണ്ടുപേര് ഒരാളെ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു PvP അരേന ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഏരിയ. അവിടെ രണ്ടുപേർക്ക് PvP ആണെന്നുണ്ടെങ്കിൽ അവിടെ PvP അറിയാം. പറ്റുകയാണെങ്കിൽ മെയ്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കും, 2 മെയ്സ്. കളിച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ അവന്റെ ഒക്കെ വീട്ടിൽ ഞാൻ ചുറ്റി കേട്ട് വരും. ഇതെന്താ ഇതെന്താ ഏർപ്പാട്? ഇവൻ എന്തിന് കേറിയിരിക്കുന്നു? ഇവൻ ബോട്ട് സവാരി നടത്താൻ പോകുന്നു അവിടെ. അത് മുന്നെപ്പോഴോ ഞാൻ ഓടിച്ചു വന്ന ബോട്ടാണ്. ഞാൻ ഒരു കിടിലം റൈഡർ ആയതുകൊണ്ട് തന്നെ ഒറ്റ കയറ്റത്തിന് ബോട്ട് കരയിൽ കയറ്റി. ഇവിടം വരെ കയറ്റിയോ? ഞാൻ എങ്ങനെ കേറിയെന്നും ചോദിക്കരുത്, കേറി. അതെങ്ങനെ കേറിയെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയോ കേറി. എന്താ ഉണ്ടായെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കും, വെള്ളത്തിൽ കൂടെ കയറ്റിയുണ്ടോ? അതാ. ഇതെന്തിനാത്? എടാ മോനെ, നീ എന്താ കളിയാക്ക ഞങ്ങളെ? പൊട്ടുന്നോ ഏതാ ഉന്നവന്റെ. അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ എന്നാ. ബൈ ബൈ. ബൈ ബൈ. ഞാൻ പൊക്കോളാം, എന്നെ അടിച്ചു ഓടിക്കണ്ട. ഔട്ടർ എടുത്തതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണാം. ബൈ ബൈ.